മറഞ്ഞിരിക്കുന്ന, നമുക്ക് വെളിപ്പെടുവാൻ പലപ്പോഴും കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ചില ദൈവീയ പ്ലാനുകൾ ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ വെളിപ്പെടുത്തപ്പെട്ടത് മാത്രമാണ് നമുക്കെല്ലാം അറിയാൻ കഴിയുന്നത്. മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിനുള്ളതെന്നാണ് ബൈബിൾ വായിക്കുന്നത്. മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ. എങ്കിലും ചിലർക്ക് എന്തുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദ്യം വരാവുന്ന ചില സന്ദർഭങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ചില പ്ലാനുകൾ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇസ്ഹാക്ക് അനേക വർഷങ്ങൾ അന്ധനായി. അന്ധനെന്ന് മാത്രമല്ല, തന്നെ സെൻസേഷൻ ശക്തി പോലും നഷ്ടപ്പെട്ടു. അപ്പോൾ ഓർക്കണം, ഇസ്ഹാക്ക് ആരാണ് നിങ്ങൾ ഓർക്കണം? ദൈവം തന്നെ പറയുമ്പോൾ ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. കുരുടനെ നിർമ്മിച്ചവനും അന്ധന് കാഴ്ച കൊടുക്കുന്നതിനുമാണ്. എന്നാൽ മോശയുടെ കണ്ണ് മരിക്കുന്നത് വരെ മങ്ങിയില്ലെന്ന കാരണം ആ പർവ്വതത്തിന് മുകളിൽ കയറി വളരെ ദൂരെയുള്ള കനാൻ നാട് മുഴുവൻ കാണത്തക്ക രീതിയിൽ അന്ത്യസമയത്തും മോശയുടെ കാഴ്ചയുടെ സൈറ്റ് നിങ്ങൾ ഓർക്കണം. ചെറുപ്പക്കാരെ കാട്ടിൽ വളരെ കാഴ്ചയിൽ കനാൻ നാട് മുഴുവൻ ഈ മലയിൽ നിന്നുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കുന്ന ഇസ്ഹാക്കിനെ എന്തുകൊണ്ടാണ് ദൈവം ദീർഘനാൾ അന്ധനാക്കിയത്? ഇന്നത്തെ പോലെ അന്ധന്മാർക്കുള്ള ക്രമീകരണങ്ങൾ അന്നില്ല. ഇന്നത്തെ പോലെ സ്റ്റിക്ക് അന്ധന്മാർക്ക് അന്നില്ല. ഇന്നത്തെ പോലെ ലൈറ്റോ ക്രമീകരണങ്ങളോ പബ്ലിക് റോഡുകളോ ഒന്നുമില്ല അന്നത്തെ കാലം. എന്റെ ചിന്താഗതിയിൽ വന്നാൽ ഇസ്ഹാക്ക് എത്രയോ പ്രാവശ്യമായിരിക്കും താഴെ വീണേക്കുന്നതും. കാരണം ഒട്ടും കണ്ടു കാണാൻ വയ്യാത്തൊരു അന്തരീക്ഷമായി. കാരണം അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഏശാവ് യാക്കോബ് അവിടെ വന്നല്ലോ അനുഗ്രഹം പ്രാപിക്കാനായി വന്നത്. ആദ്യമേ യാക്കോബാണല്ലോ അനുഗ്രഹം പ്രാപിക്കാൻ വന്നത്. അല്ലപ്പോ ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ടുകൊണ്ടാ വന്നത്. എന്നിട്ട് ആ ഉടുപ്പില്ലാത്ത ഭാഗത്ത് മൃഗത്തിന്റെ തോലും ഒക്കെ വെച്ച് കെട്ടിയ അമ്മയെ കൊണ്ട് പറഞ്ഞയച്ചു. നമുക്കൊരാളെ തടവി നോക്കിയാൽ മൃഗത്തിന്റെ തോലിട്ടുകൊണ്ട് വരുന്നതും ഒരാളെ ദേഹത്തിന് തപ്പുള്ള അനുഭവവും ഏച്ചുകെട്ടും വെച്ചുകെട്ടും ഒക്കെ നമുക്കറിയാൻ കഴിയത്തില്ല. എന്താ ഇസ്ഹാക്കിന് അങ്ങനെ അബദ്ധം പറ്റിപ്പോയത്? ശബ്ദം കേട്ടിട്ട് ഏശാവിനെയാന്ന് പറഞ്ഞു ഇല്ലേ? ശബ്ദം കേട്ടിട്ട് ഏശാവിനെയാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ ഇസ്ഹാക്ക് അങ്ങനെ പറ്റിപ്പോയത്? ദൈവം ഒരു പ്ലാൻ ചെയ്തു. തന്റെ പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാനായി ദൈവം അബ്രഹാമിനെ എടുത്തു. അബ്രഹാമിൽ കൂടെ ഇസ്ഹാക്കും, ഇസ്ഹാക്കിൽ കൂടെ യാക്കോവും, യാക്കോബിൽ കൂടെ 12 ഗോത്രങ്ങളും. അങ്ങനെയാണ് കർത്താവിന്റെ വംശാവലി വരുന്നത്. അവിടെയാണ് വരുന്നത്. അപ്പോൾ അപ്പൊ കുട്ടി ജനിക്കുന്നതിന് മുൻപ്, ഗുണമാകട്ടെ ദോഷമാകുന്നതിന് മുൻപ് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തിരിക്കുക. ആ തിരഞ്ഞെടുത്തിരിക്കുന്ന യാക്കോബിന് അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം പോരാ, പിതാവിന്റെ അന്നത്തെ കാലത്ത് പിതാക്കന്മാർ പറഞ്ഞാൽ അനുഗ്രഹം തന്നെ. കാരണം ഏശാവിന്റെ ആ കരച്ചിൽ കേട്ടാൽ നമുക്കറിയാം, അയ്യോ ഇനി ഒന്നും ഇല്ലയോ, എല്ലാം തീർന്നോ? ഇല്ല പോലെ എല്ലാം തീർന്നു, എല്ലാം അവന് കൊടുത്തു. കാരണം കൊടുത്താൽ പിന്നെ എടുക്കാനോ പറ്റും. അനിയനെ ജയിച്ചത് മേലാക്കി വെച്ചിരിക്കുക. അപ്പോൾ യാക്കോബിന്റെ അനുഗ്രഹം, ഇസ്ഹാക്കിന്റെ അനുഗ്രഹം യാക്കോബിന് വേണം. അത് മസ്റ്റാ. സ്വർഗം പ്ലാൻ ചെയ്തപ്പോൾ കണ്ട മാർഗം ഇസ്ഹാക്കിനെ അന്ധനാക്കുക. തപ്പി നോക്കിയിട്ട് പോലും മനസ്സിലായില്ല ആരാണ് യാക്കോബാണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ കൂടെ തുണി തപ്പി നോക്കിയാൽ അറിയത്തില്ല. എന്തിനാണെന്നറിയാമോ? ദൈവം ഏതെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താൽ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം ശക്തനാണ്. ചിലപ്പോ അതിന്റെ വഴി നമുക്ക് ദുഃഖമായി തോന്നിയാലും പിന്നീട് അത് മനസ്സിലാക്കി കാണും. ഇസഹാക്കിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ എത്തിയെന്നറിയാവോ? മുഴുവൻ അനുഗ്രഹം ആർക്കും കൊടുത്തന്നെ ഏശാവ് മേടിച്ചോണ്ട് പോയി. ഏശാവ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ അനുഗ്രഹിപ്പാൻ പ്ലാൻ ചെയ്താൽ, ദൈവത്തിന്റെ ഉയർത്തുവാൻ പ്ലാൻ ചെയ്താൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ചിലപ്പോൾ കണ്ണു കാണാൻ വയ്യാതെ നിന്നെ അന്ധനാക്കി നടത്തി ചില ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിന്റെ പൊന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പ്ലാനുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെല്ലാം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. മറഞ്ഞിരിക്കുന്ന ദൈവിക പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനൊക്കെ കാണിക്കരുത്. രണ്ടാമത് ഞാൻ ഓർപ്പിക്കട്ടെ, ഉൽപ്പത്തി 16:2 വായിക്കുമ്പോൾ സാറായ അബ്രഹാമിനോട് പറയുക, ദൈവം എന്റെ ഗർഭം അടച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിനെ പ്രധാന ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ്? അബ്രഹാമിനെ എടുത്തത്. ഈ പ്രായമായ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യൗവനകാലത്ത് രൂപനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ആരോഗ്യത്തിന്റെ ആരംഭ സമയങ്ങളിൽ കിട്ടുന്ന പൈതലും വ്യത്യാസമുണ്ട്. ആ ചെറുപ്പകാലത്ത് ഒരു പൈതൽ
തടഞ്ഞു വെച്ചത്? ഞാൻ ആദ്യം വിചാരിച്ചാൽ ആവശ്യമുണ്ടോ? അതിനകത്ത് വേദപണ്ഡിതന്മാരുടെ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, സാറയ്ക്ക് മാനം കൊടുക്കാൻ ഒരു തടസ്സക്കാരൻ സാത്താൻ. അബ്രഹാമിനെ വിളിച്ചപ്പോ തൊട്ട് സാത്താൻ പേടി തുടങ്ങി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, ഒരു പക്ഷേ ഇവരിൽ കൂടെ ജനിക്കുന്ന മകനായിരിക്കാം എന്റെ തല തകർക്കാൻ. കാരണം അന്ന് തൊട്ട് അറിയാമല്ലോ, ആദം ഹവ്വയും രണ്ട് മക്കളുണ്ടായി. മറ്റവന്റെ യാഗം ദൈവം പ്രസാദിച്ചപ്പോഴേ സാത്താൻ തെറ്റിദ്ധരിച്ചു സ്ത്രീയുടെ സന്തതി ഇവനായി യാവേല, അതുകൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. അന്ന് തൊട്ട് ദൈവീയ പദ്ധതിയെ തകർക്കുവാൻ സാത്താൻ പ്ലാൻ ചെയ്തു. അബ്രഹാമിൽ കൂടെ ഒരു സന്തതി ലഭിച്ചാൽ ഒരു പക്ഷേ ഇവനാകും സാത്താൻ കണ്ടിട്ട് മക്കൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രേരക ശക്തി സാത്താനായിരുന്നു. എന്നാൽ ദൈവം പൗരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സാത്താനെ, നീ ചെയ്യാവുന്നതൊക്കെ ചെയ്യൂ. ഞാനൊരു കാര്യം നിർണയിച്ചാൽ അവൻ പ്രായത്തിന്റെ പുത്രോത്പാദനത്തിലുള്ള ശക്തി കഴിഞ്ഞാലും ഞാനൊരു കാര്യം നിർണയിച്ചാൽ നടത്തിയെടുക്കുവാൻ ഞാൻ ശക്തനാണ്. നിന്റെ അടവുകളൊന്നും ഫലിക്കത്തില്ലെന്ന് സാത്താനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അത്രയും ലേറ്റാവുന്നത്. എന്നാൽ അതിന്റെ മറ്റൊരു രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ കാര്യം ചോദിച്ചാൽ, അബ്രഹാമും സാറയും കൂടെ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പോ അബ്രഹാം പറഞ്ഞിട്ട് പോയി, നീ സൗന്ദര്യമുള്ളവളാ, അവിടെ ചെന്നാൽ നീ സൗന്ദര്യമുള്ള എന്നെ കൊന്നിട്ട് നിന്നെ കൊണ്ടുപോകും. അവിടെ നീ എന്താന്ന് പറഞ്ഞത്? എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് പെങ്ങളാന്ന് പറഞ്ഞു. സംഗതി വശക്കേടായി. ഫറവോന്റെ കൊട്ടാരത്തിൽ സാറയെ കുറിച്ച് പ്രശംസിച്ചു. ഫറവോൻ സാറയെ കൊണ്ടുപോയി. ബൈബിൾ എഴുതിയത് എങ്ങനെയാണ്? അവളെ എന്റെ ഭാര്യ എടുപ്പാൻ സംഗതി വന്നെന്ന്. അതിന്റെ നിമിത്തം, സാറയെ എടുക്കുന്ന നിമിത്തം അബ്രഹാമിന് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തത് അബ്രഹാമിനെ ഫറവോൻ മാനിക്കേക്ക്. അല്പം കഴിഞ്ഞപ്പോഴാ ദൈവം ഇടപെട്ടു. അത് അബ്രഹാമിന്റെ ഭാര്യയാണെന്ന് മനസ്സിലായി തിരിച്ചു പോകും. ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നുപോയി. ഭാര്യ എന്ന രീതിയിൽ സാറയോട് ഇടപെട്ടു. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് അമീമേലെക്കിനോടെ ചെന്നപ്പോൾ അവളെ തൊടാൻ ദൈവം ചെയ്തില്ല, അനുവദിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്നു സാറയുടെ ഗർഭം അടച്ചില്ലായിരുന്നെങ്കിൽ ഇസ്മായേലിനെക്കാട്ടിൽ ഇസ്രായേലിന് കണിയായി ഫറവോന് സാറയിൽ കൂടെ ഒരു സന്തതി വെളിവരുമായിരുന്നു. ഒന്നോ അതിൽ കൂടുതൽ വരുമായിരുന്നു. അതെ, എന്നും ഇസ്രായേൽ എന്തായിരുന്നു? നിങ്ങളെല്ലാം ഉറക്കമൊന്നും. അപ്പൊ അതെന്നും ഇസ്രായേൽ എന്തായി മാറ്റപ്പെട്ടത്? ഇന്ന് ഇസ്മായേലിയ സന്തതി ചെയ്യുന്നതിനേക്കാൾ, കാരണം അന്ന് അവകാശത്തിന് വേണ്ടി സാറായി എന്ത് ചെയ്യും? സാറായി അബ്രഹാമിനോട് അവകാശത്തിന് വേണ്ടി ചോദിക്കണം. അവളിൽ നിന്ന് ജനിച്ച കുഞ്ഞല്ലേ, അവൾ അതിനുവേണ്ടി ബാധിച്ചത്. ആ ഒരു വിഷയം ദൈവം മുന്നമേ അറിയാവുന്നത് കൊണ്ട് സാറയുടെ ഗർഭം ദൈവം എന്ത് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ നിനക്ക് ദൈവം തടയുന്നതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ കാര്യം കാണും. എത്രയോ പേരുടെ സാക്ഷികൾ എന്റെ ബിസിനസ് പൊട്ടിയത് കൊണ്ടാ ഞാൻ ഈ ദൈവഭാഗത്ത് വന്നത്. ചില പറയാറ് എന്റെ വീട്ടിൽ നടന്ന മരണമാ എന്റെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നത്. നിന്റെ ചില നന്മകൾ ദൈവം അപ്പം എന്ന കോലിനെ പോലെ ചിലപ്പോൾ ഒടിക്കുന്നതിന്റെ കാര്യം, ചില നന്മകൾ ദൈവം തടയുന്നതിന്റെ കാര്യം നിനക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബോധ്യമായി എന്ന് വരത്തില്ല. അതിന്റെ പുറകിലുള്ള ദൈവീയ ഉദ്ദേശത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞാൻ ദൈവം വായിക്കുമ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. ഏലിയാവിനെ അങ്ങോട്ട് അയച്ച ദൈവം കാക്കകളോട് കൽപ്പിക്കുന്ന കാക്കകളോട് റാവൽസ്, അതിനെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചെങ്ങനെയാ ദൈവം ഏലിയാവിനെ അങ്ങോട്ട് അയച്ചത്? ഈ റാവൽസ് എന്ന് പറയുന്ന പക്ഷി നമ്മുടെ ഈ കാക്കയല്ല, നാട്ടിൽ വരുന്ന കാക്കയല്ല. വളരെ ഭാരമെടുക്കത്തക്ക രീതിയിൽ ഒരു വലിയ പക്ഷിയാണ് ഈ റാവൽസ്. ഈ റാവൽസിനെ കാണുന്ന ഒരു ദുഷകരമായിട്ടാണ് ഇസ്രായേൽ ജനം മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പണ്ട് ഞാറ പക്ഷി, വലിയ രാത്രി അത് വഴി തെറ്റി കരഞ്ഞോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ പറയും, ഇന്ന് ഇവിടെ മരണം നടക്കുന്നുണ്ട്, ഞാറ കരയുന്നത് കേട്ടോ. അപ്പൊ ഈ ഞാറ കരയുന്നതൊന്നും അല്ല, അത് കൂടി എത്തിപ്പോലുള്ള. പക്ഷെ നമ്മുടെ നാട്ടിൽ കാക്ക ഇരുന്നോണ്ട് വാഴക്കൈ ഇരുന്നോണ്ട് ഒന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോ അമ്മച്ചിമാര് പറയാം, അതിനാണ് വിദ്യാലി വരുന്ന അക്ഷരമോ, അത് വിദ്യാലി വരും. പിന്നെ വേറെ കളിയുണ്ട്, ചക്കയ്ക്ക് ഉപ്പുണ്ടോ, തെക്കോട്ടെപ്പോ പോവും, കുട്ടിയെ കട്ടിട്ട്, ഇതൊന്നും കളി പറയുന്നല്ല. നമ്മളെന്ത് ചെയ്യുക? അങ്ങനെയാക്കി എന്ത് പറഞ്ഞ ഈ റാവൽസിനെ കണ്ടാൽ മരിച്ചു പോകുമെന്ന് അവരുടെ ഇടയിൽ ഒരു ധാരണ. അവന്റെ റാവൽസ് ചേക്ക കയറുന്ന ഒരു സ്ഥലത്തോട്ടും ഇസ്രായേലിൽ ആരും പോകത്തില്ല. അപ്പൊ ഏലിയാവിനെ ഒളിപ്പിക്കാൻ ദൈവം കണ്ട സ്ഥലം എവിടാ? അവരാരും എത്തി നോക്കാത്ത ആ റാവൽസ് ഇരിക്കുന്ന സ്ഥലത്താണ് ഏലിയാവിനെ കൊണ്ട് ഒളിപ്പിച്ചത്. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഒളിപ്പിക്കുവാൻ മറയ്ക്കുവാൻ ദൈവം പ്ലാൻ ചെയ്താൽ
നിന്റെ കണക്കൂട്ടുകൾക്ക് അപ്പുറമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. രാമൻ സെറച്ചുകൊണ്ട് കൊടുക്കാതെ തോട്ടിലെ വെള്ളം കുടിക്കും. തോട്ടിലെ വെള്ളം പറ്റിച്ചത് എന്തുകൊണ്ടാ? അതിന്റെ പുറകിൽ രണ്ട് കാര്യങ്ങൾ. എല്ലായിടത്തും വെള്ളം പറ്റി കാണോ ഓപന്യാവുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വെള്ളവും പുല്ലും അന്വേഷിച്ച് നടക്കും. എല്ലായിടത്തും വെള്ളം പറ്റുമ്പോൾ ആരെങ്കിലും ചെന്ന് ന്യൂസ് കൊടുക്കും. കെരീത്തോട്ടി വെള്ളം ഉണ്ടെന്ന് ന്യൂസ് കൊടുത്താൽ പട്ടാളക്കാർ കെരീത്തോട്ടിന് വെള്ളം കോരിക്കൊണ്ടാൽ അവിടെ ഒരു ഏരിയ പിടിക്കപ്പെടും. അവിടെ ദൈവം എന്തോ പറ്റിച്ചു? കെരീത്തോട്ടിലെ വെള്ളം പറ്റിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. സാരഭാത്തിൽ ഒരു വിധവ ഒരു മാനമുണ്ട്. അവള് കലത്തി കയ്യിൽപ്പെടുന്ന ഒരു അല്പം വേണ്ടി ഒരു അല്പം മാവ് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങ് ഞെരുങ്ങുക. ഭർത്താവോ മരിച്ചു പോയാ ഇനി ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മരിക്കാൻ പോവാം. അവരുടെ ഉള്ളത്തിന്റെ ഞെരക്കം ആര് കേട്ടു? ഏരിയാവിന് വേണ്ടി വെള്ളം പറ്റിച്ചില്ലെങ്കിൽ പുള്ളി എവിടെ തന്നെ കിടക്കും. കാരണം ചൂരത്തിനോട് തള്ളി കിടന്ന പരിപാടിക്കാരല്ലേ, പുള്ളി ഇവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് കെരീത്തോട്ടിലെ വെള്ളം പറ്റിച്ചതിന്റെ രഹസ്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ദൈവം ഈ പരസ്യ പ്രാർത്ഥന മാത്രമല്ല, ഉള്ളത്തിന്റെ ഞെരക്കം അറിയുന്ന ദൈവമാണ്. ഒരിക്കൽ ഗലീല കടലിന്റെ അവിടെ കർത്താവിനെ പ്രസംഗിച്ചോണ്ടിരിക്കുക. വലിയൊരു പുരുഷാരിക്കുന്ന പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുക. ഉടനെ പെട്ടെന്ന് കർത്താവ് കൽപ്പന കൊടുത്തു, നമുക്ക് അക്കരയ്ക്ക് പോകണം. കുറെ വിഷുമാരുടെ പണമൊക്കെ അന്നേരം വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായ സംഭവങ്ങളാ. അക്കരെ ചെന്നപ്പോൾ രൂപേന്റെ കൊച്ചുമക്കളും ഒക്കെ താമസിക്കുന്ന ഏരിയ. ചിലപ്പോ കർത്താവിനെ സ്വീകരിക്കാൻ വന്നത് 6000 ഭൂതം ബാധിച്ച ഒരു ലഗ്യം. അവൻ വസ്ത്രമൊന്നും കൊടുക്കത്തില്ല, ചങ്ങയൊക്കെ ഉരുമ്പി ഒടിച്ച് പൊട്ടിക്കുമായിരുന്നു. നാട്ടുകാർക്ക് എല്ലാം അവനാ സ്വീകരിക്കാനായിട്ട് വന്നു. എന്തിനാ കർത്താവ് അക്കരയ്ക്ക് പോയത്? അവിടെ വേറെ ആരും രക്ഷിക്കപ്പെട്ടില്ല, കർത്താവിനെ അവർ സ്വീകരിച്ചില്ല. അവിടെ പന്നി പോയോണ്ട് പൊക്കോളാനായിട്ടാ പറഞ്ഞു വിട്ടത്. പിന്നെ കർത്താവ് അവിടെ പോയത്. ഞാനൊരു കാര്യം പറയാം. ഈ 6000 ഭൂതം ബാധിച്ച ഈ മനുഷ്യൻ അവനൊരാൾ എപ്പോഴും പിശാചിന്റെ ശക്തി ഒരുപോലെ ഇരിക്കത്തില്ല. അതിന്റെ ശക്തി ഒന്ന് കുറയുമ്പോൾ ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഞെരുക്കം. എന്റെ ദൈവമേ എന്നെ ഇതൊന്ന് വിടുവിക്കണേ, എന്റെ ദൈവമേ എന്നെ ഇതൊന്ന് വിടുവിക്കണേ. ഇവനൊരു ഞെരക്കോട് കല്ലറക്കകത്ത് കിടക്കുമ്പോഴും അവിടെ ഇവിടെ പോകുമ്പോൾ ഇവനൊരു ഞെരക്കമുണ്ട്. ഇവന്റെ ഞെരക്കം ഗലീല കടലിലെ കാറ്റിലോ ഗലീല കടലിലെ മുഴക്കത്തിലോ ഇവന്റെ ഞെരക്കത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. ആ ഞെരക്കം കർത്താവിന്റെ കാര്യം വന്ന് അടിച്ചപ്പോൾ കർത്താവ് പെട്ടെന്ന് അക്കരയ്ക്ക് വാ പറഞ്ഞു. നിന്റെ പ്രാർത്ഥന യോഗത്തിന്റെ ഇടയിൽ ആരും കേട്ടില്ലേലും, നിന്റെ പ്രാർത്ഥന ആരും ശ്രദ്ധിച്ചില്ലേലും, ശബ്ദമുഖിതമായി തീർന്നാലും ദൈവമേ നീ പേടിക്കണ്ടോ. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞരക്കമുണ്ടെങ്കിൽ അത് കേട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കർത്താവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് ഒരു അല്ലെങ്കിലും പറയാമോ? പോരാ, ദൈവമൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ആരോഗ്യം ഉണ്ടാകണം. അപ്പൊ നോക്കോ, അപ്പൊ കെരീത്തോട്ടിലെ വെള്ളം പറ്റിച്ചതിന്റെ രഹസ്യം സാരഭാത്തിലെ വിധവകൾക്ക് വേണ്ടി കരുതുവാനായിട്ടാണ് ദൈവം സാരഭാത്തിലെ വിധവയുടെ കാലത്തിലെ മാവ്. ഇനി അടുത്തത് യോസഫ്. യാക്കോബ് ദൈവം മിക്കവാറും യാക്കോബിന്റെ ഇടപെടുന്നല്ലേ. യോസഫിനെ സഹോദരന്മാർ വിറ്റ് ഒരു തുണി മുറിച്ചുകൊണ്ട് വന്ന് ഇവന്റെ അങ്കി മുക്കി രക്തത്തി മുക്കി ഇതിന്റെ ഈ യാക്കോബ് ഈ വസ്ത്രം വെച്ചുകൊണ്ട് കരയുക. അവൻ ദീർഘനാളുകൾ കരഞ്ഞത്. കാരണം ദൈവത്തിന് ഈ യാക്കോബിനോടൊന്ന് പറയുന്നു, വേടാ നിന്റെ പിള്ളേർ നിന്നെ കളിപ്പിച്ചാടാ, അവൻ ജീവനോടുണ്ടോ എന്നൊന്ന് പറയാൻ വയ്യായിരുന്നു. യാക്കോബിനോട് ദൈവം സംസാരിക്കത്തില്ലയോ? സംസാരിക്കും. ബെഥേലിൽ പോടാ, ബെഥേലിൽ പോ. തന്നെയല്ല, ദൈവം പറഞ്ഞു വന്ന് രാത്രി മുഴുവൻ അവനുമായിട്ട് വണ്ടി പിടിച്ച് പേര് മാറ്റി അനുഗ്രഹിച്ച ദൈവത്തെ മുഖാമുഖം കണ്ടാളാ യാക്കോബ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ പിള്ളേരെ കളിപ്പിച്ചിട്ട് ഈ കാര്യത്തിലൊന്നും സ്വർഗം കേൾക്കുന്നില്ലയോ? ഇവന്റെ നിലവിളി ദൈവം കേൾക്കുന്നില്ലയോ? എന്താ ദൈവം മറച്ചു വെച്ചത്? ഞാൻ പറയട്ടെ, യോസഫ് ജീവനോടുകൂടെ ഇരിക്കുന്നത് ഒരു ആലോചന യാക്കോബിന്റെ ചെവി കൊടുത്താൽ പിള്ളേരെ എല്ലാം വിളിച്ച് വിസ്തരിക്കും, പോതിനെ തല്ലും. തല്ലിയിട്ട് എവിടെയാണ് അവനെ വിറ്റെന്നും പറഞ്ഞ് യാക്കോബ് നേരെ മിസ്രൈമിലേക്ക് പോയി എന്തു വില കൊടുത്തും യോസഫിനെ തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു കൊണ്ടുവന്നാൽ എന്തോ നടക്കും? യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല. യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല. നിനക്ക് ദൈവം തന്ന ദർശനം നിവർത്തിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്യാൻ ചില നാളുകൾ നിന്നോട് ദൈവം സംസാരിക്കാതെ, ദൈവം നിന്നോട് ഇടപെടാതെ, ദൈവത്തിൽ അകന്നു നിൽക്കുന്ന ചില അനുഭവങ്ങൾ ദൈവത്തുണ്ടായി എന്ന് വരും. അല്ലെ ഇപ്പോഴും ദൈവം സംസാരിക്കണമെന്നില്ല. കെരീത്തോട്ട് ഇരിക്കുമ്പോഴും ഏറെ നാൾ കഴിഞ്ഞ ശേഷം യാക്കോബിന്റെ ദൈവശബ്ദം ഉണ്ടായിരുന്നു. ചില ദൈവത്തിന്റെ മൗനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല. യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ദീർഘനാളുകൾ യാക്കോബിനെ വസ്ത്രത്തിൽ കൂടെ ദൈവം നടത്തിയെന്നുള്ള കാര്യം നാം മറന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഒരു ദിവസം കീശിന്റെ കഴുതകൾ കാണാതെ പോയി. കീശിന്റെ കഴുത എന്തിനാ പാവപിടിച്ച കഴുത കാണാതെ പോയി? ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇസ്രായേലിന്റെ രാജാവായിരിക്കാൻ ശൗലിനെ തിരഞ്ഞെടുത്ത ശൗലിന്റെ അടുക്കൽ ശൗലിനെ കൊണ്ടുവരണമെങ്കിൽ അവനെ കഴുതി ചെയ്യണം. ശരിയല്ലയോ? കൃത്യം പറഞ്ഞു. ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് അവനെ അഭിഷേകനായി എന്ത് ചെയ്ത്. അപ്പൊ ചില കാര്യം കാണാതെ പോകുന്നതിനും ദൈവത്തിനെന്തോ ഉണ്ട്. ശരിയല്ലയോ? ഞാൻ ബോംബെ സമാധാനം ഇരിക്കുമ്പോ ബോംബെ ഉള്ളണ്ടിലെ പള്ളിയിലെ മാർത്തമറിയ സമാജത്തിന്റെ സഹോദരി, അതിന്റെ പ്രസിഡന്റാ. പുള്ളിക്കാരി എനിക്ക് ഫോൺ ചെയ്തു, ഭാഷ എന്നെ വേലക്കാരിയെ കാണുന്നില്ല. ആരാന്ന് പറഞ്ഞു, ഭാഷയെ വിളിച്ച് പറഞ്ഞാൽ വേലക്കാരിയെ കിട്ടുമോ? ഞാൻ ആ വീട്ടിൽ ചെന്നു. ചെന്നിത്തലക്കാരിയാ വേലക്കാരി, ഈരോ പെൺകുട്ടിയോ. അവിടെ ബോംബെ കൊടുക്കുന്നു, അവിടെ കാണുന്നില്ല. പിന്നെ അത് മതിയല്ലോ, നമ്മുടെ നാട്ടിൽ ഈരോ പെൺകുട്ടി വേലക്കാരിയെ പോയി. ഞാൻ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനകം അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ട്രെയിനിൽ വേറൊരു കൂട്ടുകാരി, മറാഠി സ്ത്രീയെ ഈ വേലക്കാരിയെ കൊണ്ട് പോയി. ഇവർ പെട്ടെന്ന് ട്രെയിനിൽ ചാടി ഇറങ്ങി പോലീസിനെ വിളിച്ച് ഇവിടെ കൊണ്ട് ചെന്നിത്തല കൊണ്ട് കൊടുത്തു. ആ ഒരൊറ്റ കാരണത്താൽ അവർ പെന്തക്കോസ്തി വന്നു. ഞാൻ സ്ഥാനപ്പെടുത്തി. അപ്പൊ വേലക്കാരി കാണാതെ പോകുന്നതിന് എന്തോ ഉണ്ടാകും. നിന്റെ കഴുത കാണാതെ പോകുന്നതിന് ദൈവത്തിന് പ്ലാനുണ്ട്. നിനക്ക് ചില കാര്യങ്ങൾ നഷ്ടമാകുന്ന ദൈവത്തിന് പ്ലാനുണ്ട്. കൊച്ചുപുരേഷയുടെ കൂടെ കളഞ്ഞു പോയ ദൈവത്തിന് പ്ലാനുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ സമയം പോലെ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞേ. അടുത്തത് 1 ശമൂവേൽ 23-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിനെ പിടിപ്പാനായി അല്ലെ ദാവീദിനെ പിടിപ്പാനായി ശൗലും കൂട്ടക്കാരും അടുത്തു. അങ്ങേ മലയിലും ഇങ്ങേ മലയിലും. ദാവീദ് ഒഴിഞ്ഞു പോകാൻ ബന്ധപ്പെട്ടാൽ നടക്കത്തില്ല. കാരണം കുറെ എന്ത് ചെയ്യും? കാരണം ശൗലിന്റെ പട്ടാളക്കാരാ കൂടെ. ദാവീദിന്റെ കൂടെ ഉള്ളവരൊക്കെ ആരാ? എനിക്കുള്ളവരും കടവുള്ളവരും സന്തോഷം പുള്ളിയോ അവർ ഓടിയാലും ഓട്ടന്മാരെ പട്ടാളക്കാരുള്ളവർ അവർ ഓടുവും. അപ്പൊ പിടിക്കാനായിട്ട് അടുത്തു. നിങ്ങളറിയാം, പിടിച്ചു പോയെങ്കിൽ അന്ന് ദാവീദിനെ പെടലി കട്ടി ഉടനെ ദൈവം ഉടനെ പെട്ടെന്ന് ദൂതം വന്നു. ശൗലേ പെട്ടെന്ന് വാ, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിക്കും. ഫെലിസ്ത്യർ അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കാൻ നോക്കുമോ? നിങ്ങൾ വേറെ ഒരു യുദ്ധം നടത്തണമെങ്കിൽ ആലോചനാ യോഗം നടത്തി കാര്യങ്ങളെല്ലാം വിളിച്ചുകൂട്ടി എത്ര മാസത്തെ ക്രമീകരണം എടുത്താൽ ആ ഒരു പട്ടാള യുദ്ധത്തിൽ വരുന്നത്. ദാവീദിനെ പിടിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഫെലിസ്ത്യ സൈന്യത്തെ ഒരുക്കി തന്റെ ദാസൻ ശൗലിന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടത് ആ പിടിക്കാൻ അടുത്ത സമയത്ത് അക്രമം ആരംഭിച്ച് ദൂതനെ വിട്ട് ശൗലിനെ കൊണ്ട് പിന്മാറി. അത് നിസ്സാര സംഭവം ഞാൻ കാണുന്നില്ല. നിനക്ക് വരാമാവുന്ന അനർത്ഥം മുന്നമേ കാണുന്ന ദൈവം, നിനക്ക് വരാമാവുന്ന കാഴ്ചകളോ മുന്നമേ കാണുന്ന ദൈവം തന്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പോക്കി നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോ നീ ഡ്രൈവ് ചെയ്തു, നീ വെട്ടിച്ചുകൊണ്ടല്ല രക്ഷപ്പെട്ടത്. ദൈവം തന്നെ ദൂതനെ മുന്നമേ ആയിട്ടാണ് മാറ്റിയതുകൊണ്ട്. മറഞ്ഞിരിക്കുന്ന ദൈവത്തിന് അനേക പ്ലാനുകളുണ്ട്. അധിക പ്രസംഗമായി പോകും. ഇനി എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും പ്രസംഗിക്കാം. ദൈവമക്കളെ, ഏതെങ്കിലും കാര്യം വെളിപ്പെട്ടില്ലെങ്കിലും മറന്നിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം ഈ വരകളാണ്